തലസ്ഥാനത്ത് പോലീസിന് വെല്ലുവിളിയായി മാറിയ ഒരു കള്ളന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം PMG ജംഗ്ഷനിലുള്ള PWD ക്യാൻറ്റീനിലാണ് കള്ളന്റെ ശല്യം. മോഷ്ടിക്കപ്പെടുന്നത് സ്വർണ്ണമോ പണമോ ഒന്നുമല്ല, കള്ളന് പ്രിയം പലവ്യഞ്ജന വസ്തുക്കളാണ്. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം PMGയിലുള്ള PWD ക്യാൻറ്റീനിലാണ്. ഇവിടുത്തെ ഒരു കഥ പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, മോഷണമാണ്. പക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ പണമോ മറ്റു വസ്തുക്കളോ ഒന്നുമല്ല. മോഷ്ടിക്കപ്പെടുന്നത് പലവ്യഞ്ജന വസ്തുക്കളാണ്. കാര്യമല്പം തമാശയായിട്ട് തോന്നിയെങ്കിലും വളരെ ഗൗരവതരമാണ്. കാരണം എല്ലാ ആഴ്ചയും ഇവിടെ നിന്നും സ്ഥിരമായി കള്ളനെത്തി പലവ്യഞ്ജന വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ശനിയാഴ്ചയാണ് നമുക്ക് പലവ്യഞ്ജനം വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച രാവിലെ ചേച്ചിമാർ വന്നിട്ട് പറയും, നമ്മൾ എണ്ണ കാണാനില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, പലവ്യഞ്ജനം കുറേ സാധനങ്ങൾ കാണാനില്ല. രണ്ടാമത്തെ ആഴ്ചയും ഇതേപോലെ തിങ്കളാഴ്ച സാധനം കാണാനില്ല. അങ്ങനെ മൂന്നാമത്തെ ആഴ്ച ഞാനിത് ക്യാമറ ചെക്ക് ചെയ്തപ്പം ഒരാൾ വരുന്നു, കതവ് തുറക്കുന്നു, രണ്ട് ക്യാമറയുണ്ട് നമുക്കിവിടെ. ക്യാമറ തിരിച്ചു വെക്കുന്നു, പുള്ളി സാധനങ്ങളെല്ലാം എടുക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ഈ ക്യാമറ തിരിച്ച് അതേ പൊസിഷനിൽ വെച്ചിട്ട് പോകുന്നു. നമ്മൾ നേരത്തെ കേട്ട കഥയില്ലേ, കഥയിൽ കള്ളൻ ഉപയോഗിക്കുന്ന വഴി, അതായത് ഈ താക്കോൽ എടുക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഇവർ സാധാരണഗതിയിൽ രാത്രി ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് പോകാൻ നേരം താക്കോൽ ഇവിടെ വെച്ചതിന് ശേഷം ഈ പറയുന്നത് പോലെ തന്നെ ജനൽ അടച്ചു വെക്കും. ഇതറിയാവുന്ന കള്ളൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഈ വരുന്ന കള്ളൻ ഇവിടെ എല്ലാം ഒന്ന് പരതും. അതിനുശേഷം ഈ ജനൽ തുറന്ന് ഇവിടെ നിന്നും താക്കോലെടുത്ത് ഈ ഡോറ് തുറന്ന് ഇതുവഴി അകത്തേക്ക് പ്രവേശിക്കും. ഇതാണ് കള്ളന്റെ സഞ്ചാരപാത. പിന്നെ ഒരു 2 ആഴ്ച നമ്മൾ താക്കോല് വെച്ചില്ല. വെക്കാതിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് നോക്കി. അപ്പോഴും ഞാൻ രാത്രി ക്യാമറ നോക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഈ ജനലിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ടോർച്ച് വെച്ചടിക്കും. എപ്പോഴും ഹെൽമെറ്റ് ധരിച്ചേ വരുള്ളൂ. പിന്നെ വെള്ളയും മുണ്ടും ഷർട്ടും വെള്ളയും ഡ്രസ്സ് ഇട്ടാണ് വരുന്നത്. ഈ 3-4 ആഴ്ചയായിട്ട് ഇത് നടക്കുകയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും പുള്ളി ഒന്ന് പിടിക്കണമെന്നൊരു മനസ്സിലൊന്ന് കരുതി. പക്ഷേ ഞാൻ വേറെ ആയിടത്തും പറഞ്ഞില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ മാറ്റി വെച്ച കീ വീണ്ടും അവിടെ തന്നെ വെക്കുകയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും ഒരു ദിവസം കള്ളനെ പിടികൂടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ കള്ളൻ വരുന്നത് CCTVയിൽ കാണുന്നു. ഉടമ പുറത്തു നിന്നും ഡോർ അങ്ങ് പൂട്ടി. അപ്പോൾ കള്ളൻ എന്തായാലും അകത്ത് പെട്ട് കാണുമല്ലോ. കള്ളൻ അകത്ത് പെട്ടെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഉടമയുമുള്ളത്. പക്ഷേ അവിടെയാണ് വീണ്ടും ഒരു ട്വിസ്റ്റ് വരുന്നത്. കള്ളൻ വളരെ ബുദ്ധിമാനാണ്. ഈ കാണുന്ന ഒരു വാതിൽ തുറന്ന് ഇതുവഴി ഇവിടുത്തെ ജോലിക്കാർ, സ്ത്രീകൾ ഇവിടെ വസ്ത്രം മാറുന്ന സ്ഥലമൊക്കെയാണ്. ഇവിടെ ഇത്തരം ഒരു പാനൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് ഇവരുടെ ഈ ഒരു ഭാഗം അടച്ചു വെച്ചിരുന്നത്. ഇത് സൗകര്യപൂർവ്വം ഇളക്കി മാറ്റി ഇവിടെ നിന്നും വീണ്ടും രക്ഷപ്പെട്ടു. അതായത് ഏറ്റവും മിടുക്കനായ കള്ളൻ എല്ലാ വഴിയും, അതായത് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറന്ന് കണ്ടെത്തി അതുവഴി രക്ഷപ്പെടും. അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് സ്ഥിരമായിട്ട് ഒരാളുടെ ജീവിതമാർഗത്തിൽ കയറി കളിക്കുക എന്ന് പറയുന്നത് അത് ഒരു തെറ്റല്ലേ. ഈ ക്യാൻറ്റീൻ ഇരിക്കുന്ന വലിയൊരു സർക്കാർ സ്ഥാപനത്തിന് അടുക്കാണ്. അവിടെയാണെങ്കിൽ കാശിൻ്റെ ബില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് മോഷണം പോകുക എന്ന് പറയുന്നത് അത് നമുക്ക് തന്നെ ഒരു പേടിയായിട്ടിരിക്കുകയാണ്. ഏതായാലും മോഷണം പതിവായതോടു കൂടി തന്നെ ജനലിൻ്റെ വഴിയിൽ താക്കോല് വെക്കുന്ന പതിവ് മുതലാളി നിർത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും തെളിവുകളും എല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലവ്യഞ്ജന കള്ളനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. വളരെ വേഗം കള്ളനെ കണ്ടെത്തട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.